താങ്കളുടെ സുഹൃത്ത് റിയാലു സാഹിബ് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് താങ്കളെപ്പോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് പിന്മാറിയ ആളാണ്. അദ്ദേഹം താങ്കളുടെ അടുത്ത സുഹൃത്തുമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? റിയാലു സാഹിബ് ഇൻസിഡൻ്റലായിട്ടാണ് ഞാനതിന് ബന്ധപ്പെടുന്നത്. ഇസ്ലാമിക് സെൻറ്ററിന് വേണ്ടി ടി.കെ. ഇബ്രാഹിം സാഹിബിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് കളക്ഷൻ എടുത്തിരുന്നു ഗൾഫ് നാടുകളിൽ നിന്ന്. ആ പൈസ എനിക്ക് അയച്ചു തരുന്നത് റിയാലു സാഹിബാണ്. ഇസ്ലാമിക് സെൻറ്റർ, എറണാകുളം ഇസ്ലാമിക് സെൻറ്ററിന് വേണ്ടി ടി.കെ. ഇബ്രാഹിം സാഹിബും മൊയ്തു മൗലവിയും ഒക്കെ പിരിച്ച പൈസ എന്ന് പറഞ്ഞിട്ട് അന്ന് മുതലാണ് റിയാലുമായിട്ട് ഞാൻ ബന്ധം ഉണ്ടാകുന്നത്. പിന്നീട് അയാൾ കുവൈത്തിൽ നിന്ന് ഒഴിവായിട്ട് നാട്ടിൽ വന്നപ്പം കൂടെ എൻ്റെ അടുത്ത് വരലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാധ്യമം പത്രം തുടങ്ങിയില്ലേ, അപ്പോൾ മാധ്യമം പത്രം തുടങ്ങുന്നതിന് വേണ്ടി ഒരു കൊല്ലം മുമ്പ് മുതൽ അതിന് വേണ്ടി എൻ്റെ അറിവിൽപ്പെട്ട ഏറ്റവും ആത്മാർത്ഥമായ പ്രവർത്തകൻ, മാധ്യമം പത്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത വ്യക്തി. കാരണം എറണാകുളത്തൊക്കെ വന്ന് എൻ്റെ കാറ് കൊടുത്തിട്ട് കൊല്ലത്ത് വരെയെല്ലാം പോയിട്ടുണ്ട്. എന്തിന്? മാധ്യമം പത്രത്തിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയും ടൈറ്റിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയും മറ്റുമായിട്ട് ത്യാഗവും ചെയ്തതായിട്ട് നല്ലോണം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയ റോഷിനി പബ്ലിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അതിൻ്റെ ഡയറക്ടറുമാണ് അയാൾ. അങ്ങനെ ഞാനുമായിട്ട് നല്ല റിലേഷനായിരുന്നു. ജമാഅത്തിൽ അയാൾ പടിപടിയായിട്ട് കയറിയിട്ട് ഇങ്ങനെ ഷൂറ, അത് കഴിഞ്ഞ് നുമായിന്തകാർ മെമ്പറും എല്ലാം ആയിരുന്നു. പിന്നെ അയാൾ ജമാഅത്തിൽ നിന്ന് അകന്നിട്ടാണ് കണ്ടത്. അത് അയാൾ ജമാഅത്തിൽ നിന്ന് ഒഴിവായിപ്പോയതല്ല, ജമാഅത്തിൽപ്പെട്ട ചില താപ്പാനകൾ അദ്ദേഹത്തെ ഏതോ നിലക്ക് തഴഞ്ഞതാണ്. തഴഞ്ഞപ്പോൾ അയാൾ സ്വമേധയാ അയാളും പുറകോട്ട് പോയി. എന്നെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ടെന്ന് പറഞ്ഞു. എത്രയോ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കാണുന്നതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ഒഴിഞ്ഞുപോയ നിലക്കല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരനായിരുന്ന റിയാലു സാഹിബിനെ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രൊജക്റ്റ്, അതായത് ഈ ദേവത്തിൻ്റെ വർക്കുണ്ടല്ലോ, ഇസ്ലാമിക ദേവത്ത് ദീനിക്കൂട്ടൽ, ആ പണിയുമായി മോറാബാദുമെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ മരിക്കുന്നവരെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അവസാനം വന്ന പിന്നെ കാണലും കുറവായിപ്പോയിരുന്നു. കാരണം ഞാൻ എറണാകുളത്ത് മാറി, ഞാൻ അത്യാവശ്യം കോഴിക്കോട് വന്ന് നിൽക്കലൊക്കെ ആയപ്പോൾ വരുമ്പോൾ എന്നെ കാണലുണ്ടായിട്ടില്ല. വല്ലപ്പോഴും കോഴിക്കോട് വന്നാൽ എന്നെ കാണാൻ വരുമായിരുന്നു. പിന്നെ ഇസ്ലാമിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ നല്ല പ്രതിബദ്ധതയുള്ള തിരിച്ചറിവുള്ള മനുഷ്യനായിരുന്നു. അതിൻ്റെ അപ്പുറം എനിക്ക് അറിഞ്ഞുകൂടാ അയാൾ പാർട്ടിയായിട്ട് എന്തായിരുന്നു ബന്ധം, എന്തിനാ ഒഴിവാക്കപ്പെട്ടതെന്ന് എനിക്കറിയാം. ഒഴിവാക്കപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തോ പാർട്ടിയുടെ ഈ ഇതുണ്ടാവില്ലേ, കോക്കസ് പ്രവർത്തനത്തിൽ പെട്ടിട്ട് എവിടെയോ പിന്നെ വഴിമുടങ്ങിപ്പോയതാ. ഒ അബ്ദുള്ള സാഹിബുമായിട്ടുള്ള താങ്കളുടെ ബന്ധം അടുത്ത ബന്ധമല്ലേ. 1965 കെ.സി. അബ്ദുള്ള മൗലവിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഒ അബ്ദുള്ള അതിൻ്റെ അനുജൻ ഒ അബ്ദുറഹ്മാനെ ഒരേ സമയത്ത് പരിചയപ്പെടുന്നത്. ഇപ്പോൾ കെ.സി. അബ്ദുള്ള മൗലവി എന്നെ പരിചയപ്പെടുത്തി. പോയപ്പോൾ എന്നോട് പറഞ്ഞു, ജമാഅത്തിൻ്റെ പിന്നെ എന്താ പറയുക, ജമാഅത്തിൻ്റെ അടിസ്ഥാന ബന്ധുക്കളാണിവർ, ജമാഅത്തിൻ്റെ കാര്യമായ അസറ്റാണ് രണ്ടാൾ എന്നെല്ലാം എന്നെ ഈ കെ.സി. എന്നോട് പറഞ്ഞു തന്നിരുന്നു. നല്ല ബുദ്ധിശാലികളായ വിവരമുള്ള ജ്യേഷ്ഠാനുജന്മാരായിരുന്നു, വളരെ സൗഹാർദ്ദത്തിലുള്ള ജ്യേഷ്ഠാനുജന്മാരായിരുന്നു. പിന്നെ അവരെ ഞാൻ ഒന്നിച്ചെന്നേ കണ്ടിട്ടുള്ളൂ. ഇവിടുന്ന് പിന്നെ ഖത്തറിൽ പഠിക്കാൻ പോയി. ഖത്തറിൽ സ്കോളർഷിപ്പിൽ പഠിക്കാൻ പോകുമ്പോൾ എറണാകുളത്ത് വന്നിട്ട് 5 ദിവസം എൻ്റെ കൂടെ താമസിച്ചിട്ട് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ബോംബെയിലേക്ക് കയറ്റി അയക്കുന്നതൊക്കെ ഞാനാണ്. അങ്ങനെ അവർ ഖത്തറിൽ പോയി അവിടെ പഠിച്ചു. എന്താ മർക്കസ് ദേവയാണ് എന്തോന്നിൽ പഠിക്കുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ശേഷം അവിടെ അവർക്ക് ജോലി കിട്ടി, എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കിട്ടി. പിന്നെ 1980 ഞാൻ പോയി, അത് 70-ലാണ്. 80 ഞാൻ പോയപ്പോൾ എനിക്ക് വിരുന്നൊക്കെ തന്നിരുന്നു. അബ്ദുറഹ്മാനും ഉണ്ടായിരുന്നു. നല്ല നിരക്കുള്ള
ബന്ധങ്ങളായിരുന്നു. പിന്നെ അവർ രണ്ടാളും ഒന്നിച്ച് തിരിച്ചു വന്നിട്ട് കോഴിക്കോട് പാളയത്ത് ബുക്ക് സ്റ്റാളൊക്കെ പാർട്ട്ണർഷിപ്പായിട്ട് ബുക്ക് സ്റ്റാളൊക്കെ തുടങ്ങിയ കഥയും എല്ലാം എനിക്ക് നല്ല അടുത്ത ബന്ധമുണ്ട്. അവർ ജീവിതത്തിൽ ഇങ്ങനെ പിരിഞ്ഞു പോകുമെന്ന് ഒരിക്കലും ഞാനും കരുതിയിട്ടില്ല. അത്ര നല്ല ബന്ധമായിരുന്നു. ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തത് അവർ സമ്പന്നരായിരുന്നില്ല, ദരിദ്രരായിരുന്നു. അതുകൊണ്ട് ആ ദാരിദ്ര്യത്തിലുള്ള ഐക്യം അവർക്ക് സമ്പന്നത വന്നപ്പോൾ ആ ഐക്യത്തിൽ അവർക്ക് തുടരാൻ സാധിച്ചിരുന്നു. സമ്പന്നത വന്നതിൻ്റെ പേരിലുള്ള എന്തെങ്കിലും പ്രത്യേകതയൊന്നും അവരിൽ ഞാൻ ദർശിച്ചിട്ടുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെയാണ് എൻ്റെ ബന്ധം. മാധ്യമത്തിൽ രണ്ടാളുടെയും സർവീസ് വളരെ ബൃഹത്തായ സർവീസായിരുന്നു, ശ്ലാഘനീയമായ സർവീസായിരുന്നു. ഞാനൊക്കെ മാധ്യമത്തിന് വേണ്ടി അധികം പണിയെടുത്തത് ഈ അബ്ദുള്ളയുടെ സ്വാധീനം കൊണ്ടാണ്. അബ്ദുള്ള പിന്നെ മാധ്യമത്തിൽ നിന്ന് അകറ്റപ്പെട്ടു. എന്തിനാണ് അകറ്റപ്പെട്ടതെന്ന് ഇന്നത്തെ ദിവസം വരെ അദ്ദേഹത്തിനെ അകറ്റിയ ആളുകൾക്കോ ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അതാണ് അതിൻ്റെ വേറെ. ഇപ്പോൾ KP ഹസനാജി JDTയിൽ നിന്ന് അകറ്റപ്പെട്ടപ്പോൾ അതിന് ചില കാരണങ്ങളൊക്കെ പറയപ്പെടുകയും ബോധ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആരോ അവരിൽപ്പെട്ട ചിലരുടെ ഈഗോ അബ്ദുള്ളയെ അകറ്റുവാൻ കാരണമായി എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. മറിച്ച് മനസ്സിലാക്കാൻ ഇതുവരെ ഒരടയാളവും ആരും കാണിച്ചു തന്നിട്ടില്ല. ഒരടയാളവും കാണിച്ചു തന്നിട്ടില്ല. അതിൽ ഇപ്പുറത്തിരിക്കുന്ന കൂട്ടർ അല്പത്വം, പിന്നെ സങ്കുചിതത്വം, കടുത്ത ജാഹിലിയത്ത്, അതൊക്കെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്.